നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഭാഗം തളർച്ചയുണ്ടായി, അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിന് പെട്ടെന്നൊരു കൊഞ്ഞിപ്പുണ്ടായി. നിങ്ങൾ എന്ത് ചെയ്യും? ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നൂർജഹാൻ, ഇക്ര എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം? തലച്ചോറിലേക്കുള്ള രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക്. നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു തലത്തിൽ അതൊരു ബ്രെയിൻ അറ്റാക്കാണ്. കാരണം അത്ര സമയം തലച്ചോറിലേക്കുള്ള കോശങ്ങളിലേക്ക് ഓക്സിജൻ കിട്ടാതിരിക്കുക, പോഷകങ്ങൾ കിട്ടാതിരിക്കുക, അങ്ങനെ സ്ഥിരമായി അത് നശിക്കുകയാണ്. 2 തരം സ്ട്രോക്കുകളാണുള്ളത്. ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക്, മറ്റൊന്ന് ഹെമറേജിക് സ്ട്രോക്ക്. ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തയോട്ടം നിലയ്ക്കുക, രക്തക്കട്ട മൂലം ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോവുക. മറ്റൊന്ന് രക്തസ്രാവം മൂലം, അതായത് രക്തക്കുഴലുകൾ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടി അവിടെ രക്തസ്രാവം ഉണ്ടായി ആ ഒരു ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ. 2 സ്ട്രോക്കിനും 2 രീതിയിലുള്ള ചികിത്സകളാണ് ഉള്ളത്. എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ? നിങ്ങളിൽ പലർക്കും അറിയാം. ഏതെങ്കിലും ഒരു വശം കയ്യോ കാലോ തളർച്ചയുണ്ടാവുക, അല്ലെങ്കിൽ മരവിപ്പുണ്ടാവുക, അതല്ലെങ്കിൽ മുഖത്തിനും കോടിച്ച് സംഭവിക്കുക. പ്രത്യേകിച്ച് അത് പ്രകടമാകുന്നത് ആളോട് ചിരിക്കാൻ പറയുമ്പോഴാണ്. അതല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് കൊഞ്ഞിപ്പുണ്ടാകുക, ക്ലിയർ അല്ലാതിരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകാതിരിക്കുക, അതല്ലെങ്കിൽ അവർക്ക് തീരെ സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവുക. ഓക്കെ, അതില്ലെങ്കിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ആൾക്ക് ബാലൻസ് നഷ്ടപ്പെടുക. അതുവരെ നോർമലായി നടന്നിട്ട് പെട്ടെന്ന് നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക. അതല്ലെങ്കിൽ കാഴ്ചക്ക് പെട്ടെന്ന് മങ്ങലുണ്ടാവുക, കാഴ്ച പോവുക, അല്ലെങ്കിൽ 2ആയി കാണുക. ഇതൊക്കെയാണ് യൂഷ്വലി സ്ട്രോക്കിൻ്റെ സിംറ്റംസ്. ഇത് ഓർക്കാനൊരു കോഡുണ്ട്. ബി ഫാസ്റ്റ്, ബി ബാലൻസ്, ഇ ഐസൈറ്റ്, എഫ് ഫേഷ്യൽ വീക്ക്നെസ്, എ ആം ഡ്രിഫ്റ്റ്, എസ് സ്പീച്ച് ആൻഡ് ടി മീൻസ് ടൈം. ടൈം ഇസ് ബ്രെയിൻ. കാരണം ഇതിനുള്ള സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഇതിനുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് തേടണം. സ്ട്രോക്കിന് എന്തെങ്കിലും പ്രധാന കാരണങ്ങളുണ്ടോ? പ്രായമായവരിൽ അനിയന്ത്രിതമായ പ്രമേഹം, അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ പ്രധാന കാരണങ്ങളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും സ്ട്രോക്ക് അത്ര അസാധാരണമല്ല. പക്ഷേ ഇവരുടെ പ്രധാന കാരണങ്ങൾ, സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ പ്രായമായവരിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ്. പ്രധാന കാരണങ്ങൾ അവർക്കുണ്ടാവുന്ന ഹൃദയമിടിപ്പിൻ്റെ താളപ്പിഴവ്, അതല്ലെങ്കിൽ ഹാർട്ടിനകത്തുണ്ടാവുന്ന രക്തക്കട്ട, അതല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ട്രോക്ക് വരാം. സ്ട്രോക്കിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒരു രോഗി സ്ട്രോക്ക് ലക്ഷണങ്ങളായി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവരെ ആദ്യ പരിശോധനയ്ക്ക് ശേഷം എമർജൻസിയായി അവരുടെ തലയുടെ സ്കാൻ എടുക്കുന്നു. ഇത് CT ആവാം, MRI ആവാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും തരത്തിലെ സ്ട്രോക്ക് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് രക്തസ്രാവമാണെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക്, അഥവാ രക്തം കട്ട പിടിച്ചതാണെങ്കിൽ ഇഷ്കീമിക് സ്ട്രോക്ക്. രണ്ടിനും ചികിത്സ 2 തരത്തിലാണ്. ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ BP കൺട്രോൾ ചെയ്യുക, ന്യൂറോ സർജറിയിലെ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റ് വരിക. ന്യൂറോ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം, ICU അഡ്മിഷനും കാര്യങ്ങളും വേണ്ടി വരും. എന്നാൽ ഇഷ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ 2 തരത്തിലുള്ള ചികിത്സയാണ്. ഒന്ന് IV ത്രോംബോലൈസിസ് അഥവാ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററിൻ്റെ ഇഞ്ചക്ഷൻ ആണ്. ഇത് കൊടുക്കാൻ പറ്റുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന ബ്ലോക്കുകൾ എന്തെങ്കിലും കാരണമായിട്ടുള്ള സ്ട്രോക്ക് ആണെങ്കിലാണ്. അതിൽ ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് ഈ ഒരു ചികിത്സ ഫലപ്രദമായി കൊടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചിട്ട് 4.5 മണിക്കൂർ വരെ സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ കൊടുത്താൽ മതി എന്നല്ല. എത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് കൊടുക്കണം. കാരണം ഓരോ മിനിറ്റിലും 20 ലക്ഷം ന്യൂറോൺസ് ആണ് ബ്ലഡും ഓക്സിജനും കിട്ടാതെ നശിച്ചു പോകുന്നത്. ആ നശിച്ചു പോകുന്നത് സ്ഥിരമായിട്ടുള്ള നശിച്ചു പോക്കാണ്. ഈ ഒരു IV ത്രോംബോലൈസിസ് കൊടുക്കാത്തതും കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൊടുക്കുന്ന രോഗികളിൽ 60% വരെ മെച്ചപ്പെട്ട ഔട്ട്കമാണ് അത് കിട്ടാത്ത രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ 3 മണിക്കൂറിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 33% ആൾക്കാരിൽ കംപ്ലീറ്റ് റിക്കവറി, അതായത് അവർക്ക് ഉണ്ടായിരുന്ന ബലക്കുറവ് മാറി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരിക്കും. 3 പേരിൽ ഒരാൾക്ക് കംപ്ലീറ്റ് റിക്കവറിയാണ് 3 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടുക. എന്നാൽ 4.5 മണിക്കൂറിന് ശേഷമാണ് ഈ മരുന്ന് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഒരു കട്ട് ഓഫ് വരുന്നത്. ചെറിയ ശതമാനം ആൾക്കാരിൽ, അതായത് ഏകദേശം 5%-ത്തിൽ താഴെ ആൾക്കാരിൽ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് രക്തസ്രാവം വരാനുള്ളൊരു റിസ്ക് ഉണ്ട്. എന്നിരുന്നാലും ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ മരുന്ന് എത്രയും പെട്ടെന്ന് ഈ ഇഷ്കീമിക് സ്ട്രോക്ക് ബാധിച്ച ആൾക്ക് എത്തിക്കലാണ് ആ രോഗിയുടെ ഔട്ട്കമ്മിന് ഏറ്റവും നല്ലത്. മറ്റൊരു പ്രധാന നൂതന ചികിത്സാ മാർഗമാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് ബാധിച്ച പേഷ്യൻസിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ന്യൂറോൺസ് നശിച്ചു പോയതായിരിക്കാം. ആ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം നിലച്ചിട്ട് അതൊരു പ്രധാന രക്തക്കുഴലാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MR ആൻജിയോഗ്രാം ഉള്ള ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ
ആ രക്തക്കട്ട റിമൂവ് ചെയ്യാനുള്ള പുതിയ പ്രൊസീജിയറാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴലുകളിലൂടെ കത്തീറ്റർ പാസ് ചെയ്ത് ഈ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിൽ നിന്നുള്ള രക്തക്കട്ട ഒന്നില്ലെങ്കിൽ സക്ഷൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് ക്ലോട്ട് റിട്രീവ് ചെയ്തെടുക്കാം. അതുവഴി ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ സുഗമമായി നടക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. തലച്ചോറിലേക്കുള്ള പ്രധാന രക്തക്കുഴലുകളിൽ ഏതെങ്കിലും ഒന്നിൽ രക്തം കംപ്ലീറ്റ് കട്ട പിടിച്ച് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ IV ത്രോംബോലൈസിസ് കൊണ്ട് മാത്രം അത് അലിഞ്ഞു പോകണമെന്ന് നിർബന്ധമില്ല. അതല്ലെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും, ഒരു 24 മണിക്കൂർ എടുക്കും അത് കംപ്ലീറ്റ് അലിഞ്ഞു പോകാൻ. അത്രയും സമയം കഴിയുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ബ്രെയിൻ സെൽസ്, ന്യൂറോൺസ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമീൻ്റെ പ്രാധാന്യം വരുന്നത്. മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്യേണ്ട സമയപരിധി പ്രധാനമാണ്. അത് ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാലാണ് രോഗികൾക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉണ്ടാവുക. അത് 24 മണിക്കൂർ വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാവരിലും ആ ചികിത്സ പറ്റില്ല 24 മണിക്കൂറിനുള്ളിൽ. അപ്പം നമ്മൾ 2 ചികിത്സാ മാർഗ്ഗങ്ങൾ പറഞ്ഞു, IV ത്രോംബോലൈസിസും മെക്കാനിക്കൽ ത്രോംബെക്ടമിയും. IV ത്രോംബോലൈസിസിൻ്റെ മാക്സിമം ടൈം ലിമിറ്റ് 4.5 മണിക്കൂർ, സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞ് 4.5 മണിക്കൂറിനുള്ളിൽ. മെക്കാനിക്കൽ ത്രോംബെക്ടമി ആണെങ്കിൽ മാക്സിമം 24 hours ആണ്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് 6 hours ഇതിൻ്റെ അർത്ഥം ആ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണമെന്നല്ല. എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുത്താൽ അത്രയും ന്യൂറോൺസിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം ടൈം ഇസ് ബ്രെയിൻ.